ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. മലങ്കര മാർത്തോമാ സുറിയാനി സഭയായി ഡിസംബർ മാസം 1-ാം തീയതി ഏവൻഗേലിയോൻ വേദഭാഗമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. 1-ാം പാഠഭാഗമായി പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 7 വരെയും 2-ാം പാഠഭാഗമായി അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 26 മുതൽ 31 വരെയും, ശ്ലീഹാഭാഗമായി റോമർ 15-ാം അധ്യായം 5 മുതൽ 9 വരെയുമുള്ള വാക്യങ്ങൾ. നാം ഏവരും ഒരു അഡ്വന്റ് സീസണിലൂടെ, ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. ക്രിസ്തുവിൻ്റെ ജഡാവതാരവും മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള രക്ഷാപദ്ധതിയെയും നാം ഓർക്കുന്നതായ സുദിനങ്ങളാണ്. ഡിസംബർ മാസം 1-ാം തീയതി മുതൽ 25 നോമ്പ് സഭയായി ആചരിക്കുന്നു. നോമ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് വർജനത്തിൻ്റെയും ആർജനത്തിൻ്റെയും സമയമാണ്. തീക്ഷ്ണമായിട്ടുള്ള അന്വേഷണങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും സമയം കണ്ടെത്തുന്ന നിമിഷങ്ങളാണ് നോമ്പിൻ്റെ എല്ലാ നാളുകളും. തെറ്റായ ശീലങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റുകയും നന്മയുടെ ശീലങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്യുക എന്നതാണ് നോമ്പിലൂടെ സഭ അർത്ഥമാക്കുന്നത്. ഈ നോമ്പിൻ്റെ അനുഭവം നമ്മെ ശുദ്ധീകരണത്തിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവിക രക്ഷാപദ്ധതിയുടെ യഥാർത്ഥ അർത്ഥം പൂർത്തീകരിക്കുവാൻ ഈ നാളുകളിലെ വചനധ്യാനം നമുക്ക് ഇടയായി തീരട്ടെ. സഭയായി നാം ഈ ദിവസം ചിന്തയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്ന ചിന്താവിഷയം ദൈവിക രക്ഷാപദ്ധതിയുടെ പങ്കാളികളുടെ പരസ്പരം അംഗീകരണം. മ്യൂച്വൽ അക്സെപ്റ്റൻസ് ഓഫ് 2 പാർട്ട്നേഴ്സ് ഇൻ ഗോഡ്സ് സാൽവേഷൻ പ്ലാൻ. ആനുകാലിക ജീവിതത്തിൽ ഈ വേദഭാഗം ഏറെ പ്രാധാന്യത്തോടു കൂടിയാണ് നാം കാണേണ്ടത്. സങ്കീർണമായ കാലഘട്ടത്തിലൂടെ സഭയും സഭയുടെ ദൗത്യവും കടന്നു പോകുമ്പോൾ ഈ വേദഭാഗം ചില ദിശാസൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. പ്രസ്തുത വേദഭാഗത്ത് കർത്താവിൻ്റെ അമ്മ മറിയ എലിസബത്തിനെ കാണുവാൻ സെക്കറിയാവിൻ്റെ ഭവനത്തിൽ എത്തുന്നു. മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ എലിസബത്ത് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു: സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്ന് പറഞ്ഞു. എലിസബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഗോഡ് ഈസ് മൈ ഓത്ത്, ദൈവം സത്യം ചെയ്തു എന്നതാണ്. മറി എന്ന വാക്കിൻ്റെ അർത്ഥം ബിറ്റർ, കയ്പ്. അവരുടെ പേരുകളുടെ അർത്ഥം അന്വർത്ഥമാക്കുന്ന രീതിയിൽ അവർക്ക് അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ കഴിഞ്ഞു. ഈ വേദഭാഗത്ത് മറിയ എലിസബത്തിനെ കാണുവാൻ വരുമ്പോൾ അവർ തമ്മിൽ സംഭാഷിക്കുന്ന സംഭാഷണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ പരസ്പരം നൽകുന്ന അംഗീകാരവും നമുക്ക് ഈ വേദഭാഗത്ത് ദർശിക്കുവാൻ സാധിക്കും. വിഭിന്നമായ പശ്ചാത്തലത്തിൽ നിന്നും വ്യത്യസ്തമായ തലമുറയിൽ നിന്നും 2 സ്ത്രീകൾ ദൈവത്തിൻ്റെ വിളിയും നിയോഗവും സ്വീകരിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്നു വരുന്നു. ഇത് വെറും ഒരു കുടുംബ സന്ദർശനം മാത്രമല്ല, അതിലുപരി അവരുടെ വാക്കുകൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ അംഗീകരണവും അത് നിറവേറ്റുവാൻ മറ്റുള്ളവരെ ശക്തീകരിക്കുകയും ചെയ്യുന്നതുമാണ്. ഇന്നത്തെ വേദഭാഗവുമായി ബന്ധപ്പെട്ട് 3 ചിന്തകളത്രേ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വിളിയോടും പ്രവർത്തനങ്ങളോടും അംഗീകാരവും ആദരവും ഉള്ളവർ ആകുക. Accepting and honoring each other's unique roles and calling. ഒരിക്കൽ ഒരാൾ തൻ്റെ പ്രഭാത സവാരിക്കിടയിൽ ഒരു മലഞ്ചെരിവിലെത്തി. അദ്ദേഹം പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുവാൻ ഇടയായി. പലതരം കാഴ്ചകൾ കണ്ടു. വ്യത്യസ്തമായ കിളികളുടെ ശബ്ദവും അദ്ദേഹം കേട്ടു. അദ്ദേഹം ആ മലഞ്ചെരിവിലൂടെ നടന്നപ്പോൾ ഒഴുകുന്ന അരുവികളുടെ കളകളനാദവും കേൾക്കുവാനായി സാധിച്ചു. കാറ്റത്താടുന്ന, മന്ദമാരുതനിൽ ആടുന്ന ഇലകളുടെ മർമ്മര ശബ്ദവും അദ്ദേഹത്തിന് കേൾക്കാമായിരുന്നു. കിളികളുടെ ശബ്ദവും എല്ലാം വ്യത്യസ്തമായിരുന്നു എങ്കിലും അതെല്ലാം ചേർന്ന് വന്നപ്പോൾ അത് പ്രകൃതിയുടെ ഒരു സംഗീതമായി അദ്ദേഹത്തിന് അനുഭവവേദ്യമായി തീർന്നു. ദൈവരാജ്യ ശുശ്രൂഷയിൽ ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത തരം ചുമതലകളാണ് ദൈവം നൽകിയിട്ടുള്ളത്. ഇവിടെ എലിസബത്തും മറിയയും ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യവും വ്യത്യസ്തമാണ്. എലിസബത്ത് ജന്മം നൽകുന്നതായ ശിശു രക്ഷകന്റെ വഴിയെ ഒരുക്കുവാനായി വിളിക്കപ്പെട്ടിരിക്കുകയാണ്.
മാനസാന്തരത്തിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണമുള്ള നിയോഗമാണ് അവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. എന്നാൽ മറിയയ്ക്കാണെങ്കിലോ ദൈവപുത്രന് ജന്മം നൽകുവാനുള്ള സവിശേഷമായ വിളിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇരുവരും വ്യത്യസ്തമായ പ്രായപരിധിയിൽ ഉള്ളവരാണ്. ഒരാൾ വളരെയേറെ കാലം ആഗ്രഹിച്ചതിന് ശേഷം പ്രാർത്ഥനയ്ക്ക് മറുപടിയായി തൻ്റെ വാർദ്ധക്യത്തിൽ ഒരു സന്തതിയെ ലഭിക്കുന്നു. മറ്റേയാൾക്ക് വിവാഹത്തിൽ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഉദരത്തിൽ ഒരു ശിശു ഉളവായിത്തീരുന്നു. രണ്ട് വ്യത്യസ്തമായ പ്രായത്തിൽ നിൽക്കുന്ന ഈ രണ്ട് വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങളും വ്യത്യസ്തമാണ്. എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ഒരു നിസ്തുലമായ പദ്ധതി ദൈവത്തിന് തങ്ങളുടെ ജീവിതത്തെ പറ്റി ഉണ്ട് എന്ന് തിരിച്ചറിയുവാനായി ഇരുവർക്കും സാധ്യമായി തീരുന്നു. എലിസബത്ത് പൗരോഹിത്യ പാരമ്പര്യത്തിൽപ്പെട്ടവളാണെങ്കിലും മറിയ എന്ന സാധാരണ പെൺകുട്ടിക്ക് കൈവന്ന ഈ ദൈവത്തിൻ്റെ കൃപയെ അവൾക്ക് അസൂയ മനോഭാവത്തോടോ അല്ലെങ്കിൽ പരിഭവത്തോടു കൂടിയല്ല കാണുന്നത്. അതിലുപരി മറിയയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചതോർത്ത് സന്തോഷിക്കുകയത്രേ ചെയ്യുന്നത്. അതിനാൽ ദൈവം നൽകുന്ന ചെറുതും വലുതുമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളവയാണ് എന്ന് എലിസബത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ നന്മയിൽ ആനന്ദിക്കുന്നതിനും ദൈവത്തിന്റെ കടാക്ഷം അവർക്ക് ലഭിച്ചതിൽ ഓർത്ത് യഥാർത്ഥത്തിൽ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നവരായി നമുക്ക് തീരുവാൻ കഴിയണം. ഗോഡ്സ് പ്ലാൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇൻഡിവിജ്വൽ റോൾസ്. വ്യക്തിപരമായ ദൗത്യങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ മിഷൻ. മിഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. മിഷൻ ദാറ്റ് ബിലോങ്സ് ടു ഗോഡ്. വ്യത്യസ്തമായ റോളുകൾ ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ പരിപൂർണമായി സംരക്ഷിക്കുന്നത് ആയിത്തീരണം. എലിസബത്ത് അതിൽ വിശ്വസിച്ച് അപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് ഇടവക തലങ്ങളിൽ പലപ്പോഴും പരസ്പരം അംഗീകരിക്കുവാൻ കഴിയാത്ത പശ്ചാത്തലത്തിലൂടെ പലരും കടന്നുപോകുന്നു. അതിൻ്റെ കാരണം നാം എല്ലാവരും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ദൗത്യവുമായിട്ടുള്ള ബന്ധത്തിൽ ആണ് എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കാത്തത് കൊണ്ടാണ്. വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷയെ കാണുന്നവർക്ക് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്ന ദൈവിക ദൗത്യം പരിപൂർണമായി നിർവഹിക്കുവാൻ കഴിയാതെ പോകുന്നു. ആത്മീക മേഖലകളിൽ ജനറേഷൻ ഗ്യാപ്പ് പലപ്പോഴും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട്. പലതരത്തിൽ ഉച്ച നീചത്വങ്ങൾ നമ്മുടെ ദൈവരാജ്യ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ വിഘാതമായി തീരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ എലിസബത്തിൻ്റെയും മറിയയുടെയും അനുഭവം സംഭാഷണങ്ങളും നമുക്ക് പാഠമായി തീരണം. രണ്ടാമതായിട്ട് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ചിന്ത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പരസ്പരം ശക്തിപ്പെടുത്തുക. സ്ട്രെങ്തനിങ് ഈച്ച് അതേഴ്സ് ടു ട്രസ്റ്റ് ഇൻ ദ പ്രോമിസസ് ഓഫ് ഗോഡ്. നമ്മൾ ഒരു ഭവനം നിർമ്മിക്കുമ്പോൾ ആദ്യം അതിന് അടിസ്ഥാനമിട്ടുകൊണ്ടാണല്ലോ അത് നിർമ്മിക്കുന്നത്. എന്നാൽ പണി പുരോഗമിച്ച് അത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ആരും തന്നെ അടിസ്ഥാനത്തെപ്പറ്റി ഓർക്കാറില്ല. പൂർണ്ണമായി അത് കാണുവാനും സാധ്യമല്ല. എങ്കിലും ആ വീട് മുഴുവൻ ഉറപ്പോടെ നിൽക്കുന്നത്, സ്ഥിരമായി നിൽക്കുന്നത് ഈ അടിസ്ഥാനത്തിന്മേലാണ്. മറിയ ജീവിത സംഘർഷങ്ങളുടെ മധ്യത്തിൽ എലിസബത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് ലഭിച്ച വാക്കുകൾ ദൈവീയ വാഗ്ദാനത്തിൽ മറിയെ ശക്തിപ്പെടുത്തുന്നതായി തീർന്നു. സമൂഹം മറിയെ കുറ്റക്കാരി എന്ന് വിധി എഴുതിയേക്കാവുന്ന സാഹചര്യങ്ങളിൽ ഭാഗ്യവതി എന്ന് സംബോധന ചെയ്യുന്നു. എലിസബത്തിൻ്റെ വാക്കുകൾ ഓരോന്നും എപ്പോഴും മറിയെ ബലപ്പെടുത്തുന്നതായിരുന്നു. സമൂഹം ശാപവാക്കുകൾ ചൊരിയുന്ന ഇടത്ത് അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുവാൻ എലിസബത്തിന് സാധ്യമായി തീരുന്നു. കർത്താവിൻ്റെ അമ്മ മറിയ എൻ്റെ അടുത്ത് വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്ന് പറയുക വഴി സമൂഹത്തിൻ്റെ സാധാരണ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ദൈവിക ബഹുമാനം നൽകുവാൻ എലിസബത്തിന് സാധിക്കുന്നു. കർത്താവിൻ്റെ വാക്ക് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവർക്കുള്ള വിലയെപ്പറ്റി വളരെ വ്യക്തമായി എലിസബത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പരസ്പരം ശക്തിപ്പെടുത്തുന്നവരെ ആണ്. തണുപ്പ് രാജ്യങ്ങളിൽ തീ കായുന്നൊരു പതിവുണ്ട്. അങ്ങനെ തീ കായുമ്പോൾ ഒരു കഷ്ണം വിറക് മാത്രമേ നാം വെച്ചിട്ടുള്ളൂ എങ്കിൽ അത് ഒന്ന് കത്തി വേഗം തന്നെ അണഞ്ഞു പോകും. എന്നാൽ ഒന്നിലധികം വിറകുകൾ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ അത് പരസ്പരം ചൂട് പകർന്നുകൊണ്ട് അത് നിരന്തരമായി കത്തി എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ചൂട് ആ സമയത്ത് അത് പ്രദാനം ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ മറിയ എലിസബത്ത് നമ്മൾ കൂടിക്കാഴ്ചയിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പരസ്പരം ബലപ്പെടുത്തുന്നതായ അനുഭവം. പലപ്പോഴും നമ്മുടെ മുൻവിധിയോട് കൂടിയുള്ള വാക്കുകൾ പലരുടെയും ജീവിതത്തിൻ്റെ യാത്രകളെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്.
അവരിലുള്ള ദൈവിക പദ്ധതിയെ ഓർമ്മപ്പെടുത്തുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ കടമയും കർത്തവ്യവും. ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി മൂന്നാമത്തെ ചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. പങ്കാളിത്തത്തിലും ഐക്യതയിലും ഉള്ള സന്തോഷം. ജോയ് ഇൻ പാർട്ട്ണർഷിപ്പ് ആൻഡ് യൂണിറ്റി. സിനർജി എന്ന പദം ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഓരോ വ്യക്തിക്കും ഉള്ളത് എനർജിയാണ്. ഏകനായി നിൽക്കുമ്പോൾ ഉള്ളത് എനർജിയാണ്. എന്നാൽ അവർ ഒത്തൊരുമിച്ച് ഒരു ടീമായി പ്രവർത്തിക്കുമ്പോൾ എനർജി എന്നുള്ളത് സിനർജിയായി മാറും. അതായത് ഒരു കൂട്ടായ ശക്തിയായി മാറും. ദൈവികമായ രക്ഷാപദ്ധതിയിൽ, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിലുള്ള ഒരുമ ദൈവത്തിൻ്റെ പ്ലാനിനെ പൂർത്തീകരിക്കുവാൻ സാധ്യമായി തീരും. അവർ ഒരുമിച്ചതിനാൽ, പരസ്പരം ആശ്വസിപ്പിച്ചതിനാൽ സമാധാനത്തോടെ ദൈവത്തിൻ്റെ പദ്ധതി അവർക്ക് അന്ത്യത്തോളം പൂർത്തീകരിക്കുവാൻ സാധിച്ചു. അമേരിക്കയിലെ കാലിഫോർണിയയിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് റെഡ്വുഡ് ട്രീസ്. അതിന് ഏകദേശം 350 അടിയോളം നീളമുണ്ട്. അത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഈ മരങ്ങളുടെ പ്രത്യേകത അതിന് ആഴത്തിൽ വേരുകൾ പോകുന്നില്ല എന്നതാണ്. എന്നാൽ ഈ മരങ്ങൾ അടുത്തടുത്ത് നിൽക്കുന്ന മരങ്ങളുമായി മണ്ണിൽ അതിൻ്റെ വേരുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നതിനാൽ പ്രളയത്തിലും കാറ്റിലും അതിൻ്റെ എല്ലാ പ്രതിസന്ധികളും അതിനെ അതിജീവിച്ച് സ്ഥിരതയോടെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 4 ദിവസം യാത്ര ചെയ്ത് എലിസബത്തിൻ്റെ ഭവനത്തിൽ എത്തിയ മറിയ പിന്നീട് മടങ്ങിയത് 3 മാസങ്ങൾക്ക് ശേഷമാണ്. ഈ കാലഘട്ടത്തിൽ അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ അവരെ ആശ്വസിപ്പിക്കുന്നതും ബലപ്പെടുത്തുന്നതുമായി തീരുന്നു. എല്ലാവരിലും ദൈവസാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ഐക്യതയിൽ നിലനിൽക്കുവാനായിട്ട് കഴിയുന്നത്. നമുക്ക് ഏവർക്കും ഐക്യതയുടെ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കണം. അത് സാധ്യമായി തീരണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്കുണ്ടായി മതിയാകുകയുള്ളൂ. ഇന്നത്തെ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ 3 ചിന്തകളാണല്ലോ പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചത്. 1, മറ്റുള്ളവർക്ക് ലഭിച്ചിട്ടുള്ള ദൈവിക വിളിയോടും പ്രവർത്തനങ്ങളോടും അംഗീകാരവും ആദരവും ഉള്ളവർ ആകുക. 2, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ പരസ്പരം ശക്തിപ്പെടുത്തുക. 3, പങ്കാളിത്തത്തിലും ഐക്യതയിലും ഉള്ള സന്തോഷം കണ്ടെത്തുക. പ്രിയമുള്ളവരെ, ദൈവിക ശുശ്രൂഷയുടെ പങ്കാളികൾ എന്ന നിലയ്ക്ക് മറിയയുടെയും എലിസബത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. ദൈവവിശ്വാസത്തിൻ്റെ പൂർണ്ണ അർത്ഥം ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ച അനന്യസാധാരണമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് ഈ 2 പേരും. പരസ്പരം മനസ്സിലാക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനും അവർക്ക് സാധിച്ചു. തങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വ്യത്യസ്ത ധർമ്മങ്ങൾ നിറവേറ്റുവാനായി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് എന്നുള്ള ഉത്തമ ബോധ്യം അവർക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ക്രിസ്തീയ ശുശ്രൂഷയിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രതിസന്ധിയിൽ അകപ്പെട്ടവരെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് ഇടയായിത്തീരുന്നുണ്ടോ? നമ്മോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്നവർ ദൈവരാജ്യ ശുശ്രൂഷയുടെ പങ്കാളികളെന്ന് തിരിച്ചറിയുവാനായി കഴിയുന്നുണ്ടോ? ആയത് സാധ്യമായി തീർന്നിട്ടില്ല എങ്കിൽ ഈ വചനധ്യാനം അതിന് നമുക്ക് മുഖാന്തരമായി തീരട്ടെ.